നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള മുൻ ഗവർണറെ പോലെ തന്നെ സർവകലാശാല വിഷയങ്ങളിൽ നേരിട്ടിടപെട്ട് ബീഹാർ സർക്കാരുമായി പോരടിച്ചാണ് പുതിയ ഗവർണർ ആർലേക്കറുടെ കേരളത്തിലേക്കുള്ള വരവ്. ഇപ്പോൾ ഇതാ അടുത്ത വെടിക്കെട്ടിന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ അടുത്ത നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് സർവകലാശാല വൈസ് ചാൻസലറുമായി അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ്. ചൊവ്വാഴ്ച രാവിലെ രാജ്ഭവനിൽ എത്തുക, അതായത് ഇന്ന് രാവിലെ രാജ്ഭവനിൽ എത്താനുള്ള നിർദ്ദേശം VC-മാർക്ക് ഗവർണർ നൽകിയിരിക്കുന്നു. സർവകലാശാലകളുടെ പ്രവർത്തനം സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് ചാൻസലറായ ഗവർണർ വൈസ് ചാൻസലർമാരെ വിളിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഏവരും ഉറ്റുനോക്കുകയാണ്. കാരണം മുൻ ഗവർണറുമായി സർക്കാർ ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടൽ നടത്തിയിരുന്നത് സർവകലാശാല വിഷയങ്ങളിലായിരുന്നു. രാജേന്ദ്ര അർലേക്കർ സർവകലാശാല വിഷയങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും വളരെ ഗൗരവകരമായ വിഷയം തന്നെയാണ്. മുൻ ഗവർണർ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങുകയാണ് പുതിയ ഗവർണർ. ആദ്യം നല്ല ബന്ധത്തിലായിരുന്നു മുഖ്യമന്ത്രിയും മുൻ ഗവർണറും തമ്മിൽ. പക്ഷേ ഇവർക്കിടയിൽ ഒരു തെറ്റൽ വന്നത് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരുന്നു. VC നിയമനത്തിൽ തുടങ്ങി ആ യോജിപ്പില്ലായ്മ പൊതുവേദികളിൽ കണ്ടാൽ മിണ്ടാത്ത, പരസ്പരം നോക്കുക പോലും ചെയ്യാത്ത രീതിയിലേക്ക് വളർന്നു പന്തലിച്ചിരുന്നു. യാത്രയയപ്പ് പോലും നൽകാതെയായിരുന്നു സർക്കാർ മുൻ ഗവർണറെ കേരളത്തിൽ നിന്നും മടക്കി അയച്ചത്. അതിരൂക്ഷമായ പോരാട്ടം തന്നെയായിരുന്നു മുൻ ഗവർണറും സർക്കാരും തമ്മിൽ ഉണ്ടായിരുന്നത്. എന്തായാലും പുതിയ ഗവർണർ ഇപ്പോൾ ആദ്യം ഒരു നീക്കം നടത്തി, ഇപ്പോൾ രണ്ടാമത്തെ നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. ചാൻസലർ കൂടിയായ ഗവർണർ VC-മാരെ രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകുക, എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ കൗതുകമായി മാറുകയാണ്. അതേസമയം പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കറും സർവകലാശാല വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് വേണം കരുതാൻ. ചുമതല ഏറ്റെടുത്തതിനു പിന്നാലെ മുഴുവൻ സർവകലാശാല വൈസ് ചാൻസലർമാരെയും നേരിൽ കാണാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം. അതേസമയം ഗവർണർ രാജേന്ദ്ര അർലേക്കർ ചുമതല ഏറ്റെടുത്ത ആദ്യ ദിവസം തന്നെ സർക്കാരിനെതിരെ ഒരു നീക്കം നടത്തിയിരുന്നു. അതായത് മുൻ ഗവർണറുടെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന ചിലരെ സർക്കാർ രാജ്ഭവനിൽ നിന്നും ഏകപക്ഷീയമായി മാറ്റിയിരുന്നു. മുൻ ഗവർണറുടെ വിശ്വസ്തർ എന്നറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയത്. ഇതോടെ ഗവർണർ DGPയുടെ ചുമതലയുള്ള മനോജ് എബ്രഹാമിനെ വിളിച്ചു വരുത്തി തീരുമാനം തിരുത്തിക്കുന്ന സാഹചര്യം കണ്ടു. ആദ്യ നടപടി തന്നെ സർക്കാരിനെ തിരുത്തിയാണ് അർലേക്കർ തുടങ്ങിയത്. ഇപ്പോൾ ഇതാ സർവകലാശാല വിഷയത്തിൽ ഇടപെട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഗവർണറുടെ സുരക്ഷാ വലയത്തിലെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ ആളുകളെ വെച്ച സർക്കാർ തീരുമാനത്തെ പുതിയ ഗവർണർ തിരുത്തി. ഇതിനായി DGPയുടെ ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിനെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി. ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് വിശ്വസ്തരായിരുന്ന ഈ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പകരം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വേണ്ടപ്പെട്ടവരെ രാജ്ഭവനിലേക്ക് നിയോഗിക്കാനുള്ള നീക്കം തടയപ്പെട്ടു. ഒഴിവാക്കപ്പെട്ടവർ തന്നെയായിരുന്നു പരാതിയുമായി ഗവർണറുടെ അടുക്കലെത്തിയത്. തുടർന്ന് രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ഗവർണർ ഈ നീക്കത്തിന് പിന്നിലുള്ള ലക്ഷ്യത്തെപ്പറ്റി സംശയത്തിലായി മനോജ് എബ്രഹാമിനെ വിളിപ്പിക്കുകയായിരുന്നു. എന്തായാലും സർക്കാരിന് ആദ്യ പണി പുതിയ ഗവർണർ നൽകി. ഇനി രണ്ടാമത്തെ പണി ഈ ഒരു VC വിഷയത്തിലായിരിക്കും. VC വിഷയത്തിൽ വീണ്ടും ഉടക്കുകൾ കാണേണ്ടി വരുമോ, പോരാട്ടം കാണേണ്ടി വരുമോ എന്ന ചോദ്യം ഇതിനോടകം ശക്തമായി കഴിഞ്ഞു. മുൻ ഗവർണർ BJPയോടും സംഘപരിവാറിനോടും അനുഭവമുള്ളയാളായിരുന്നെങ്കിൽ അർലേക്കർ BJP നേതാവും RSSുമായി അടുത്ത ബന്ധമുള്ളയാളാണ്. അതിനാൽ കേരളത്തിലേക്കുള്ള അർലേക്കറിന്റെ വരവിന് ഏറെ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. പുതിയ പോരാട്ട വാതായനങ്ങൾ തുറക്കപ്പെടുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.